Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ ആയുള്ള 1145ന്റെ ബ്രീഫ് ആയുള്ള സ്പോയിലേഴ്സ് ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും കൂടെ മറക്കണ്ട. അധികമൊന്നും പറഞ്ഞ് ഞാൻ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് രണ്ട് കവർ പേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു കളർ സ്പ്രെഡും അതേപോലെ ഒരു നോർമൽ കവർ പേജുമാണ് കിട്ടുന്നത്. അങ്ങനെ നോർമൽ കവർ പേജിന്റെ അത് നമ്മുടെ യാമറ്റോ ഉൾട്ടിനെയും അതേപോലെ പേജ് ഒന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഉൾട്ടിയായിട്ട് പേജ് ഒന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി കളർ സ്പ്രെഡ് ഉണ്ടല്ലോ, അത് വരച്ചിട്ടുള്ളത് നമ്മുടെ ഇച്ചിറോടല്ല, പകരം വൺ പീസിന്റെ ആനിമി സ്റ്റാഫാണ്. അതിന്റെ അകത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് വൺ പീസിന്റെ എഗിഡിന്റെ എപ്പിസോഡ് കാണുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ആനിമി ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുവാണല്ലോ, അതിന്റെ ഒരു ചെറിയൊരു സംഭവം പോലെ. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ കോളം ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവർ റോബിന്റെ ഗ്രൂപ്പായിട്ട് അങ്ങനെ കണ്ണുകൂട്ടിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അണ്ടർവേൾഡിലാണ്. അവിടെ ലോക്കി ലൂഫിയോട് നമ്മുടെ ഗോഡ്സ് നൈറ്റിനെ പറ്റി കുറേ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷാങ്സിനെ കുറിച്ച് ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. കാര്യം ഇനി ലോക്കിക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടാനുള്ളത് കൊണ്ട് തന്നെയാണ് ഷാങ്സിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്തത്. പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവിടെയായിട്ട് ലോക്കി പണ്ട് നമ്മുടെ സെബേക്കിനെ കണ്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ കുഞ്ഞായിരുന്നപ്പോൾ അന്ന് തന്നെ സെബേക്കിനെ ക്രൂവിൽ ജോയിൻ ചെയ്യാൻ ലോക്കി ഒരു ശ്രമം നടത്തി. എന്നാൽ ആ ഒരു പർട്ടിക്കുലർ കാര്യം സെബേക്കിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ടായിരിക്കണം അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യാണ് അന്നുണ്ടായത്. എന്നാൽ നമ്മുടെ സെബേക്കിന്റെ ഫേസ് ഇവിടെ ക്ലിയർ ഒന്നുമല്ല. ലോക്കി എന്നിട്ട് ആ ഒരു കാര്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ സെബേക്കായിട്ട് ചെറിയൊരു ഫൈറ്റ് വെക്കുകയും ആ ഫൈറ്റിന്റെ അത് വളരെ ദാരുണമായിട്ട് തന്നെ ലോക്കി പരാജയപ്പെടുകയും ചെയ്യും. അതുമല്ല ഈ ഒരു ഫ്ലാഷ് ബാക്കിനകത്ത് നമ്മുടെ വൈറ്റ് ബേനെ കാണിക്കുന്നുണ്ട്. ലോക്കിക്ക് നമ്മുടെ സെബേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫിഗറാണ്. അതായത് ലൂഫിക്ക് ഷാങ്സ് എങ്ങനെയാണോ അതേപോലെയാണ് ലോക്കിക്ക് സെബേക്ക്. ലോക്കിയുടെ പിഒവിൽ സെബേക്ക് എന്ന് പറയുന്നത് ഒരു റോങ് ഇറയിൽ ജനിച്ച ഒരാളാണ്. അത് മാത്രമല്ല താൻ വലുതാകാൻ നിർത്ത് റോക്സിന്റെ ക്രൂവിൽ എങ്ങനെയെങ്കിലും ചേരണമെന്നായിരുന്നു ലോക്കിയുടെ ഒരു ആഗ്രഹം. പിന്നെ നമ്മുടെ പ്രസന്റിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ലോക്കിക്ക് കുറച്ച് മീറ്റ് കൊടുക്കുന്നുണ്ട്. കാര്യം അവൻ റിക്കവർ ആകണമല്ലോ. അവൻ പൂർണ്ണമായിട്ട് റിക്കവർ ആയില്ലെങ്കിലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് റിക്കവർ ആയെന്ന് പറയാൻ സാധിക്കും. നമ്മുടെ ജിംബയായിട്ട് ലോക്കി വളർത്തിയ ആ ഒരു തീ ഉണ്ടല്ലോ, അത് അടക്കുന്നുണ്ട്. പക്ഷേ ചാപ്റ്റർ അവസാനിക്കാൻ നേരത്ത് നമ്മുടെ ഗുങ്കോലാണ് കാണിക്കുന്നത്. പുള്ളിക്കാരിയായിട്ട് കോളോൺ ഫൈറ്റേഴ്സിന്റെ നേർക്ക് നേർ വന്ന് നിൽക്കുവാണ്. അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെയാണ് ചാപ്റ്റർ 1145 ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സോ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.